എല്ലാം ആറ് തണുത്തു. നിന്നൊക്കെ നേരത്തെ കാലത്തിലൊന്നും വീട്ടിൽ വരത്തില്ല. വരുന്നേ വരും. എങ്ങാണ്ട് കള്ളും കുടിച്ച് മലന്ന് കിടക്കുക. വന്നോ? കേട്ടോ അങ്ങോട്ട് എഴുന്നേറ്റ്. വീട്ടിലെത്തി. നമ്മളെ കാളന്മാരെ കൊല്ലം കൊടുത്തോളാ. ഇങ്ങോട്ട് ഇറങ്ങ്. എനിക്കൊന്നും തന്നില്ലെങ്കിൽ വേണില്ല. നമ്മളെ കാളന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് വേണൊരു പല എന്നെ ഞാൻ നോക്കിക്കോളാം. എന്നെ പിടിക്കൊന്നും ഞാൻ പൊക്കോളാം. എനിക്ക് എന്നെ പിടിക്കണ്ട. അങ്ങനെ ഒരുപാട് കുടിച്ചല്ലേ? എന്തിനാ ഇങ്ങനെ വാശ കളയുന്നത്? പെണ്ണിനെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാനുള്ള സമയമായി. ഈ കാശ് കൊടുത്താൽ കൊച്ചിന് കാതിലേക്കോ കഴുത്തിലേക്കോ എന്തെങ്കിലും വാങ്ങിച്ചൂടെ? അല്ല, പാപ പോയിട്ട് 1 വർഷത്തോളമായല്ലോ. പെണ്ണാണെങ്കിൽ അവനെയും കാത്തിരിക്കുക. ഇത്രയും കാലമായിട്ടും ഒരു എഴുത്തുപോലും കാണുന്നില്ലല്ലോ. ഇനിയും നമ്മൾ അവനെ കാത്തിരിക്കണോ? നീ ഒന്ന് തപ്പറപ്പെടാതിരുന്നല്ല മീനാക്ഷി. ഓരോന്നിന് ഓരോ കാലവും സമയവും അതിന്റെ സന്ദർഭമൊക്കെ ഉണ്ട്. അത് നടക്കേണ്ട സമയത്ത് അത് തന്നെ നടന്നോളും. അല്ലാതെ പിന്നെ വഞ്ചി കിടന്ന് ഓടിയെന്ന് വെച്ച് കളിക്കെടുക്കില്ല. അതതിന്റെ ഒരു സമ്പ്രദായത്തിലൂടെ. നമസ്കാരം. അകത്തേക്കിരിക്കൂ. ഇരിക്കൂ. നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ കൈമൽ, ഈ വിവാഹാലോചന കൊണ്ടുവന്നപ്പോൾ തന്നെ പെണ്ണ് കാണൽ എന്ന ചടങ്ങ് ഇന്ന് തന്നെ നടത്തിക്കളയാമെന്ന് തോന്നി. കാരണം ഞാൻ ആ സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്. അവിടെ സൈക്യാട്രിസ്റ്റുകളുടെ ഒരു കോൺഫറൻസ് ഉണ്ട്. ഇതാണ് മിസ്റ്റർ പ്രഭാകരൻ. ഹലോ. ഞാൻ നിങ്ങളെ ഭ്രാന്തിന് ചികിത്സിച്ചിട്ടുണ്ട്. മിസ്റ്റർ പ്രഭാകരൻ, ഞാൻ വേറെ അല്ലേ? ഐ ആം വെരി സോറി. ഇതെന്റെ മകളുടെ പ്രശ്നമാണ്. ഐ കനോട്ട് ടേക്ക് എനി റിസ്ക്. ഐ കനോട്ട്. ഈ ബന്ധം എനിക്കിഷ്ടമല്ല. അച്ഛനും അമ്മയും എനിക്ക് പെണ്ണ് തരില്ല. ഇനി ഇവിടെയും പെണ്ണ് കാണാൻ ചേട്ടൻ നിർബന്ധിക്കരുത്. പറഞ്ഞയച്ചാൽ ഞാൻ പോവുകയുമില്ല. അവസപ്പെട്ടു അവസോട്ട അവസോട്ട അവസപ്പെട്ടു കടുപ്പത്തിൽ ഞാൻ കുറച്ചിട്ട് ഒരു ചായ കുടിക്കുന്നു. ചായ ഇല്ല.
പഞ്ചസാര ഷുഗറില്ല എനിക്കല്ലേ? ഉണ്ട്. അന്നോടെ എടുത്തോ. ചായയില്ല. അപ്പൊ പിന്നെ പാലില്ലായിരിക്കും. പാലും ഉണ്ട്. പാലുണ്ട്. ഓ, ചായപ്പൊടി ഇല്ലായിരിക്കും. ചായപ്പൊടി ഉണ്ടല്ലോ. പിന്നെന്താ ഗ്ലാസ്സില്ലേ? ഗ്ലാസും ഉണ്ട്. നമ്മുടെ എടുത്തോ. നിനക്ക് ഇവിടെ ചായ ഇല്ല. നീ ഇവിടുന്ന് പലപ്പോഴായി 5 ചായ കുടിച്ചിട്ടുണ്ട്. 5 ചായയുടെ മുഴുവൻ കാശ് തരാതെ നിനക്ക് ഇവിടെ ചായ ഇല്ല. ഞാനിവിടെ 5 ചായ കഴിച്ചു. ഓർക്കുന്നില്ലല്ലോ. അസപ്പെട്ടോ, അസപ്പെട്ടിന് മറിയുടെ രോഗമുണ്ട്. ഒരു കാര്യം, നല്ലൊരു വൈദ്യനെ കാണിച്ച് 4 ലിറ്റർ എണ്ണ തിളപ്പിച്ച് 2 ലിറ്റർ എണ്ണ തമ്മിലേക്കും 2 ലിറ്റർ എണ്ണ ഉള്ളിലേക്കും കഴിച്ചാൽ അസപ്പെട്ടിന് മരിക്കുന്ന വലിയ അസുഖം ഉണ്ടാവില്ല. ഞാനാ പറഞ്ഞു പോകാൻ. എടാ കുഞ്ഞെ, ഞാൻ ഈ പ്രായത്തില് നിന്നെ പോലെ ഒരുപാട് പേരെ കണ്ടവനാ. ആ നീ ഇപ്പൊ പോ. എന്താ എന്തൊക്കെയുണ്ട്? എന്റെ മുതലാളി അങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോകുന്നു. പിന്നെ കടയുടെ കാര്യം ആകെ പോക്ക. കുറച്ച് സിമെന്റിന്റെ പണിയുണ്ട്. 5 റോഡ് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ ഔഷധം എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഒന്നിനും വിഷമിക്കണ്ട. ചായയോ കാപ്പിയോ ഒന്നും വേണ്ട. ഇതാര്? നിന്റെ അളിയനെവിടെ? വീട്ടിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആ നാളികേരൊക്കെ പോയി കേട്ടോ. ഞാൻ പറഞ്ഞോളാം. പ്രഭാകരൻ സാറിന് കല്യാണക്കാരി ഉണ്ടെന്ന് കേട്ടു. അത് നടക്കില്ല ഔസഫി. അതെന്താ? പ്രഭാകരൻ സാറിന് പണ്ട് അസുഖമുണ്ടായിരുന്ന കാര്യം അവനറിഞ്ഞോ? അതറിയാത്തവരാരാ? അതറിഞ്ഞുകൊണ്ട് അവന് പൊന്നു കൊടുക്കുന്നേ കൊടുക്കട്ടെ. അല്ലെങ്കിൽ കല്യാണം ഭ്രാന്തും നമ്മൾ എന്താ ബന്ധം? നീ ഞാൻ പറഞ്ഞ ജോലി ഞാൻ പോയി. ശങ്കരനില്ല ഇവിടെ? ആരാ മനസ്സിലായില്ലെന്ന്? അല്ല, ഇത് ആരായി വന്നേക്കുന്നത്? പിന്നെ എനിക്ക് ആളെ മനസ്സിലായോ? ഇല്ല. നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് പുതിയതായി മാറി വന്ന ക്ലർക്കാ. സാറെ പേരെന്താന്ന് ഞാനങ്ങനെ മറന്നുപോയി. ബാബു. ആ ബാബു സാർ. മോളെ ബാബു സാറിന് കസേര എടുത്തു കൊടുക്കും. വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് വെച്ച് വന്നതാ. എന്താ സാർ കാര്യം? രാവിലെ എനിക്ക് കുറച്ച് പാല് വേണം. അത്രയുള്ളത് ഞാനവിടെ കൊടുത്തയച്ചോളാം. സാർ എവിടെയാ താമസിക്കുന്നത്? പഞ്ചായത്ത് ഓഫീസിനെതിരുള്ള വീട്ടിലാ. പാൽ അങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി. കൊടുത്തയക്കാം സാറേ. ആ, അഡ്വാൻസ് ചെയ്ത് വെച്ചോളൂ. പോരായിരുന്നു. എപ്പോഴായാലും തരണമല്ലോ. നോക്കുന്നത്? നീ എന്റേതാകുമല്ലോന്നോർത്ത്. ആയില്ലല്ലോ. ആയില്ലേ? ആ, നീ പാലെടുത്ത് സ്റ്റൗവിലേക്ക് വയ്ക്കും. ഈ പാല് തിളപ്പിച്ച് പഞ്ചസാരയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ അമ്മ നല്ല ഇഡ്ഡലി വന്നു വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കണം. ഞാൻ വിളമ്പി തരാം. ഇന്നെന്താ വിശേഷം? ഇന്ന് എന്റെ പിറന്നാള. എന്നിട്ട് അമ്പലത്തിൽ പോയില്ലേ? കുറിയില്ലല്ലോ. കുറി ബാബേട്ടൻ കിട്ടുന്ന
എറണാകുളം